തന്തയ്ക്ക് പറക്കാത്ത 2 പട്ടികള് തമിഴ്നാട്ടിലൊരു കൊച്ചു കുഞ്ഞിനെ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ അതിക്രൂരമായിട്ട് കൊന്നിരിക്കുകയാണ്. ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ നമ്മളെ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മളെ രാജ്യത്ത് ഇതിപ്പോൾ ഒരു സ്ഥിരം സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ നോർത്തിലോട്ടൊക്കെ അതിഭയങ്കരമായിട്ട് ഈ സംഭവങ്ങൾ നടക്കുകയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിലും അതുപോലെ നമ്മുടെ സൗത്ത് സൈഡ് നമ്മളെ തമിഴ്നാട്ടിലൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കുറവായിരുന്നു. എന്നാലും ഇപ്പം ഇങ്ങനൊരു സംഭവം കേട്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. അതും സ്വന്തം അയൽവാസി എന്നെ മുട്ടായി കാണിച്ച് ആ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കാര്യം ചെയ്യാൻ ഇവന്മാർക്കൊക്കെ എങ്ങനെ മനസ്സ് വന്നതാണ്? അതും 10 വയസ്സായ ഒരു കൊച്ചു കുഞ്ഞിനെ. അപ്പോൾ ഈ തന്തയ്ക്ക് ഉറക്കാത്തവന്മാർക്ക് കഠിനമായ ശിക്ഷ പറ്റുമെങ്കിൽ സ്പോട്ടിൽ തന്നെ അവന്മാരെ തലവെട്ടി കളയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ നമ്മളെ നിയമം അതിന് അനുവദിക്കുമില്ല. കൂടിപ്പോയാൽ നമ്മളെ നിയമം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇവന്മാരെ ജയിലിൽ കൊണ്ടിട്ട് ഒരു 10ഉം 16ഉം വർഷം അവിടെ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്ത് നല്ല വീർപ്പിച്ച് വണ്ണം വെച്ച് പുറത്തിറക്കി വിടും. എന്നിട്ട് ഇവന്മാർ വീണ്ടും എന്തെങ്കിലും ചെയ്യും. നമ്മളെ നിയമം മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ തമിഴ്നാട് സർക്കാർ ഇതിനെതിരെ നല്ല രീതിക്കുള്ള ഒരു ആക്ഷൻ ഉണ്ടെന്ന് അവന്മാർക്ക് തൂക്ക് ശിക്ഷ വിധിച്ചെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അവന്മാരെ സ്പോട്ടിൽ തന്നെ വെട്ടിക്കൊല്ലണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് അതിനേക്കാളും വിഷമമേറിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ഒരു പ്രസ് മീറ്റ് വിളിച്ച് പോലീസ് സംഭവം അതിൽ അവിടെ ഇരുന്ന് ചിരിക്കുന്ന 2 കോമാളികളാണ് ഇത്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥരും അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. എന്തോ വലിയ സംഭവം ചെയ്തതുപോലെയാണ് അവരവിടെ ഇരുന്ന് ചിരിക്കുന്നത്. ഇവരെ പോലെയുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശാപം. ഒരു പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉദ്യോഗസ്ഥരാണ്. അവരാണ് ആ കുടുംബത്തിന് എന്തുമാത്രം വിഷമമുണ്ടായിരിക്കും അവരെ മകള് ഒരു അതിക്രൂരമായി മരിച്ച നിലയിൽ കാണേണ്ടി വരുന്ന അമ്മയുടെ അവസ്ഥ. എന്നിട്ടും അവിടെ ഇരുന്ന് ചിരിക്കുന്ന 2 കോമാളികൾ. ഇതിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷൻ അവിടുത്തെ സർക്കാർ എടുക്കണം. വിജയ് സർക്കാരാണ് ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്നത്. അവർ അധികാരത്തിൽ നിന്നിട്ട് ആദ്യത്തെ വലിയൊരു ഇഷ്യൂ ആണ് ഇത്. അവരെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ആ കുട്ടിയെ കാണാനായി രാത്രി 8 മണിക്ക് ശേഷം തിരച്ചിലിൽ ഈ കൊന്ന് കിണറ്റിക്കൊണ്ടിട്ട ഈ പൊലയാടി മോനും കൂടെ ഉണ്ടായിരുന്നു. ഇവനും കൂടെ ചേർന്നാണ് തിരച്ചിൽ നടത്തിയത്. അപ്പോൾ ആലോചിക്കണം അവൻ്റെ ഒരു ക്രൂരമായ ഒരു മനസ്സ്. എന്നിട്ട് അതും ആ ഒരു 10 വയസ്സായ പിഞ്ചു കുഞ്ഞിന്. എനിക്കത് പറയുമ്പോൾ തന്നെ എൻ്റെ സൗണ്ട് ഒരുമാതിരി ആവുന്നുണ്ട്. അത്രയ്ക്കധികം വിഷമമേറിയ ഒരു കാര്യമാണ്. നമ്മളെ കേരളത്തിലല്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലാണെങ്കിൽ പോലും ഇപ്പോൾ എവിടെയാണെങ്കിൽ പോലും നമ്മളെല്ലാം ഇന്ത്യയിലുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയയുമില്ല. ഇതൊക്കെ മാറണം. നമ്മളെ ഈ സിസ്റ്റം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറണം. അതായത് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നവരെ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ തലവെട്ടി കളയണം. അങ്ങ് സൗദിയിലൊക്കെ ആയിരുന്നെങ്കിൽ സ്പോട്ട് തലവെട്ടി കൊല്ലും. ഇവിടെ നമ്മളെ ഇന്ത്യയിൽ മാത്രമാണ് ഇങ്ങനത്തെ തൊലിഞ്ഞ നിയമങ്ങളുള്ളത്. അല്ലാതെ വേറെ ഏത് രാജ്യത്തും ഇങ്ങനത്തെ ഒരു നിയമം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതുപോലത്തെ നിയമങ്ങളൊക്കെ മാറണം. ഒരുത്തന് കിട്ടുന്ന ശിക്ഷ അതിക്രൂരമാണെങ്കിൽ വേറൊരുത്തന് അത് ചെയ്യാൻ മടിക്കും, അല്ലെങ്കിൽ അവനത് ഭയക്കും. എന്നിട്ടും എനിക്കിത് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് തീരുന്നില്ല. എനിക്ക് ഈ പോലീസുകാരെ ചിരിയാണ്. അത് ഇങ്ങനത്തെ ചിരിക്കുന്ന കുറേ ഞാൻ പറയുന്നില്ല, അങ്ങനെയുള്ളവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു. ഇതിനെതിരെ ഈ പോലീസുകാരെ സ്പോട്ടിൽ തന്നെ സസ്പെൻഡ് ചെയ്ത് വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വീഡിയോ അവിടുത്തെ ഗവൺമെൻറ് കാണുകയാണെങ്കിൽ സ്പോട്ടിൽ തന്നെ, അതായത് വിജയ് സർക്കാരിൻ്റെ ഗവൺമെൻറ്റാണ്, അവർ സ്പോട്ടിൽ തന്നെ ഈ ചിരിക്കുന്നവരെ സസ്പെൻഡ് ചെയ്ത് കളയണം. എന്തൊക്കെയാണ് അവിടെ നമ്മളെ ഈ രാജ്യത്ത് നടക്കുന്നത്? നമ്മളെ കേരളത്തിൽ താമസിക്കും ഇങ്ങനെയൊക്കെ നടക്കും. കാരണം നമ്മളെ കേരളം ഇപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ജാതി, മതം, പല കാര്യങ്ങളും നമ്മളെ കേരളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മാറണം. ഈ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറണം. ഇവിടെ ഇങ്ങനെ ചെയ്യുന്നവന്മാർ ഒരിക്കലും ഇനി ഇത് ചെയ്യാൻ മടിക്കാത്ത വിധത്തിലുള്ള നിയമം ഇവിടെ കൊണ്ടുവരണം. അതൊക്കെ നടക്കോ ഇല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ കാലത്ത് അതൊക്കെ നടന്ന് നമ്മളെ രാജ്യം രക്ഷപ്പെടണം. നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധിയിലേക്കാണ്. അത് എന്ന് മാറുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ മാറി ഒന്ന് റെഡിയായി വന്നാൽ മതിയായിരുന്നു. ഓരോ ദിവസം ന്യൂസ് കാണുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ക്രൂരമായ ന്യൂസാണ് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ മാറി നമ്മളെ രാജ്യം ഒന്ന് രക്ഷപ്പെടുന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത്രയും പറയുന്നത് ഞാൻ നിർത്തും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ.